നീറ്റ് പോലെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വേഗത വളരെ വലിയ ഒരു ഫാക്ടറാണ്. അതിനുവേണ്ടി ഷോർട്ട് കട്ട്സ് ട്രിക്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വേഗത ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ആവറേജ് സ്പീഡുമായി ബന്ധപ്പെട്ട ഒരു ട്രിക്ക് ഒന്നല്ല, നമ്മൾ 3 ഷോർട്ട് കട്ടുകൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് ആവറേജുമായി ബന്ധപ്പെട്ട ട്രിക്കുകൾ, അതുപോലെ ടൈം ആവറേജുമായി ബന്ധപ്പെട്ട ട്രിക്കുകൾ, അതുപോലെ തന്നെ മറ്റൊരു ആവറേജ് സ്പീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റനുമായി ബന്ധപ്പെട്ട ഒരു ട്രിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കാരണം ഈ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് നീറ്റിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ PYQസിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അതിനകത്ത് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ട്രിക്സ്. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പം 2/5 ഓഫ് ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി v1 ആണ്, റിമൈനിങ് 3/5 ഓഫ് ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി v2 ആണ്. അപ്പം ഇവിടെ ഡിസ്റ്റൻസ് ആവറേജ് കാണാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇതിനകത്ത് നമ്മൾ ഡിനോമിനേറ്റർ നോക്കി വെക്കുക. ഡിനോമിനേറ്റർ നമുക്ക് 5 ആണ് വരുന്നത്. അതിന്റെ കൂടെ 2 വെലോസിറ്റി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ ഈ 2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അപ്പുറത്തെ വെലോസിറ്റി ആണ്, 3യുടെ കൂടെ ഇപ്പുറത്ത്, അതായത് ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നു 2v2 പ്ലസ് 3v1. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ആവറേജ് സ്പീഡ് നമുക്ക് v ആവറേജ് ഇവിടെ റെഡിയായി. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്കിപ്പോ 1/4 3/4 ആണെങ്കിൽ 4v1 v2 ഡിവൈഡഡ് ബൈ ഇവിടെ 1 അങ്ങോട്ട്, അതായത് v2 വരും, പ്ലസ് 3 ഇവിടെ 3v1 വരും. സോ നിങ്ങൾ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് മറക്കരുത്. വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്തും നിങ്ങൾക്ക് ഇതിലോട്ട് ആൻസറിലോട്ട് എത്താവുന്നതാണ്. സോ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്. സോ 2ന് നേരെ നിങ്ങൾ A എന്നോ B എന്നോ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ അതുപോലെ തന്നെ വാല്യൂ കൊടുത്ത് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. സോ നമ്മൾ ഇവിടെ ഇനി കാണാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ടൈം ആവറേജ് ആണ്. കാരണം നിങ്ങൾ നോക്കുക, ഇവിടെ ടൈം ആണ് ഇവിടെ ഡിവൈഡഡ് ആയിട്ടുള്ളത്. സോ 1/3 ഓഫ് ടോട്ടൽ ടൈം v1 വെലോസിറ്റിയിലാണ്, റിമൈനിങ് 2/3 ഓഫ് ടൈം v2 വെലോസിറ്റിയിലാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഡയറക്റ്റ് ഈ ഒരു ഫ്രാക്ഷനെ ആ വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/3 v1 പ്ലസ് 2/3 v2. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ റെഡിയായി. സോ ഇറ്റ് വിൽ ബി, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ v1 പ്ലസ് 2v2 ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ദിസ് വിൽ ബി ദി ആൻസർ. നമുക്ക് അടുത്ത ഇതിന്റെ ഒരു ക്വസ്റ്റൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിലോട്ട് വരുമ്പോൾ ഇവിടെ ടൈമിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. സോ ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് ടൈം വിത്ത് v1, ദെൻ റിമൈനിങ് ഹാഫ് ഓഫ് ടൈം വിത്ത് v2. അപ്പം ഒന്നുമില്ല, നേരെ ഹാഫിന് എന്ത് ചെയ്യുക, v1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മറ്റേ ഹാഫിന് v2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി v1 പ്ലസ് v2/2. സോ ദ ആൻസർ ഈസ് വെരി ഈസി. സോ ഈ ഒരു ട്രിക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. സോ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ടുകൂടി മിക്സ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ആവറേജും ഉണ്ട്, പിന്നെ അതിന്റെ ഹാഫ് ഡിസ്റ്റൻസിൽ ടൈം ആവറേജും ഉണ്ട്. സോ നമ്മൾ ഇവിടെ ആദ്യം ഒരു ടൈം ആവറേജ് നമുക്ക് ഇവിടെ കാണണം. സോ 1/3 v1ലാണ്, 2/3 v2ലാണ്. അപ്പൊ അവിടുത്തെ ആവറേജ് നമുക്ക് ഇവിടെ കിട്ടും v1 പ്ലസ് 2v2/3 എന്ന് കിട്ടും. സോ ഇവിടെ വെലോസിറ്റി നമുക്ക് v ആവറേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ഡിസ്റ്റൻസ് ആവറേജ് ഇനി കാണാം. ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് എന്താണ്, v വെലോസിറ്റിയിലാണ്, റിമൈനിങ് ഹാഫ് നമ്മൾ ഇവിടെ കണ്ടു. ഈ എന്ന് പറയുന്നത് v1 പ്ലസ് 2v2/3ലാണ്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് നേരെ ഡിസ്റ്റൻസ് ആവറേജിന്റെ ഇക്വേഷൻ ട്രിക്ക് നമ്മുടെ എന്തായിരുന്നു, 2 ഡിനോമിനേറ്റർ എടുക്കുക, 2 ഇവിടുത്തെ 2 വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 2v into v1 plus 2v2/3. ഇനി താഴെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടുത്തെ 1 ഈ വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടുത്തെ 1 ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി v1 plus 2v2/3 പ്ലസ് ഇവിടെ v. അപ്പം ഇത് ഇനി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറിലോട്ട് എത്താൻ സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ ദ ആൻസർ വിൽ ബി 2v into v1 plus 2v2 ഡിവൈഡഡ് ബൈ v1 plus 2v2 plus 3v. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ. ഇതിലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ അതേ ഒരു മോഡൽ തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
Question number is 8. So let's move into the next question. So ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇവിടെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്ത് ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ആൻസറിൽ എത്താൻ സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ 3 സമയം ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ 3 വെലോസിറ്റിയും ഡിഫറെന്റ് ആണ്. സോ ഇത്തരത്തിലാണെങ്കിൽ നമുക്ക് ടൈം ആവറേജ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി ആവറേജ്, നമ്മുടെ ആവറേജ് സ്പീഡ് ടൈം ആവറേജ് ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് ടൈം ബേസ് ചെയ്തിട്ടുള്ള, നമുക്കറിയാം നമുക്ക് എപ്പോഴും ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ. അപ്പൊ ടൈം ആവറേജിലാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ടൈം ബേസ് ചെയ്തിട്ട് കാണണം. സോ ടൈം ആവറേജിനെ നമ്മൾ ഡിസ്റ്റൻസിന് അവിടുന്ന് മാറ്റി കൊടുക്കണം. സോ ടൈമിന്റെ ഡിസ്റ്റൻസിന് നമുക്കറിയാം V1 into T1 ആയിരിക്കും ബൈ ദെൻ അവിടെ രണ്ടാമത്തേതാണെങ്കിൽ V2 T2. ഇവിടെയാണെങ്കിൽ ഇപ്പൊ 3 വെലോസിറ്റി ഉണ്ട്. സോ V3 T3. ദെൻ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 പ്ലസ് T2 പ്ലസ് T3. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇത് ടൈം ആവറേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എപ്പോഴും നമുക്ക് ഈ ഒരു ഇതാണ്. ഇനിയിപ്പം നമ്മൾ ഡിസ്റ്റൻസ് ആവറേജ് എന്ന് വിചാരിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് ആവറേജ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ആവറേജിനെ നമുക്ക് എന്ത് ടൈമിന് മാറ്റി കൊടുക്കണം, കാരണം ഡിസ്റ്റൻസ് ആവറേജ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ ടേംസിൽ ഇപ്പൊ അപ്പൊ ഓരോ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ D1 ബൈ ടൈമിനെ നമുക്ക് അവിടെ D1 ബൈ V1, അതായത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ ടൈം. സോ അടുത്ത D2 ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ D2 ബൈ V2. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടൈം ആവറേജ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അതുപോലെ ഡിസ്റ്റൻസ് ആവറേജിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്ത് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.